നമസ്കാരം. രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ? അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിജീവിതയെ തന്റെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ ഈശ്വരാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തെ കാണാൻ SIP ക്യാമ്പിന് മുന്നിൽ ദീപ രാഹുൽ ഈശ്വർ എത്തിയിരുന്നു. രാഹുൽ ഈശ്വറോട് ചോദിക്കേണ്ട അതേ ചോദ്യം തന്നെയാണ് ദീപ രാഹുൽ ഈശ്വറോടും പലരും ചോദിച്ചിരുന്നത്. അക്ഷരാർത്ഥത്തിൽ കുത്തി കുത്തി ചോദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാഹുലിനോടൊപ്പമാണോ അതിജീവിതയായ സ്ത്രീക്കൊപ്പമാണോ എന്നായിരുന്നു പ്രധാന ചോദ്യം. അതിൽ ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഞാൻ സത്യത്തിനോടൊപ്പമാണ്, ഞാൻ സത്യത്തിന്റെ കൂടെയാണ്. രാഹുൽ ചേട്ടൻ അത്തരത്തിൽ അതിജീവിതയുടെ പേര് പറയുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒക്കെ തന്നെ നിയമം നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നന്നായി അറിയാം എന്ന് പറയുന്നുണ്ട്. കുത്തി കുത്തി ചോദിച്ച മാധ്യമ പ്രവർത്തകന്റെ മുന്നിൽ തന്റെ നിലപാട് കൃത്യവും വ്യക്തവുമായാണ് ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അവർ പറയുന്നത് അതിജീവിതയ്ക്ക് അനുഭവിച്ച ദുഃഖവും ദുരന്തവും അത് അവരോടൊപ്പം തന്നെയാണ് ഉള്ളത്. ഒപ്പം പക്ഷേ ഇത് മറ്റൊരു പുരുഷനായതുകൊണ്ട് കുറ്റം ചെയ്തു അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് വേട്ടയാടപ്പെടണം എന്നില്ലല്ലോ. ഇപ്പോൾ രണ്ടുപേരും ഒരേ തുല്യരായി തന്നെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും കുറ്റക്കാരാണ് എന്നുള്ള നിലപാടായിരുന്നു ദീപ രാഹുൽ ഈശ്വർ തെരഞ്ഞെടുത്തത്. എന്നാലും ദീപയെ പച്ചയ്ക്ക് അങ്ങ് പിച്ചിക്കീറാമെന്ന് വിചാരിച്ചവരൊക്കെ തന്നെ പെട്ടു. കാരണം കൃത്യമായുള്ള മറുപടി ദീപ രാഹുൽ ഈശ്വർ എല്ലാവർക്കും നൽകിയിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ തന്നെ SIP ക്യാമ്പിൽ നിന്നും രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് രാഹുൽ ഈശ്വറെ വീണ്ടും കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ തന്നെയാണ് രാഹുൽ ഈശ്വറിനെയും അഭിഭാഷകനായി എത്തിയിരിക്കുന്നത്. ശാസ്തമംഗലം അജിത്ത് ഇറങ്ങി രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഇതിനകത്ത് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് രാഹുൽ ഈശ്വറിന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്തിട്ടുണ്ട്. ആ വകുപ്പിൽ എങ്ങനെയായിരിക്കും കോടതിയുടെ തീരുമാനം എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും എന്തോ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയാണ് വരുന്നതെന്നും രാഹുൽ വന്ന താറ്റിയൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. എന്തിനാണോ എന്തോ എന്നൊക്കെ രാഹുൽ ഈശ്വറിനെ കളിയാക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിംഗ് ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് പല മാധ്യമങ്ങളും ഈ ഒരു വിഷയം. യഥാർത്ഥ കാര്യം, അതായത് രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം ശിക്ഷ അനുഭവിക്കണം. ഇനി അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും കോടതി തീർച്ചയായും കോടതി അത് കണ്ടില്ല എന്ന് ഒരിക്കലും ഒരു കാരണവശാലും നടിക്കില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് പല അഭിഭാഷക വൃദ്ധങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രാഹുൽ ഈശ്വറിന് ഏതായാലും കിട്ടും, ജാമ്യം കിട്ടുമെന്ന് പറയുന്നു. മാത്രമല്ല, പലരും രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കളിയാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയി, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിയ രാഹുൽ ഈശ്വർ പെടാപ്പാട് പെടുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ട ചുമന്ന കാറ് അതൊരു സിനിമാ താരത്തിന്റെ കാറാണ് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിലൊക്കെ തന്നെ നിരവധി സുഹൃത്തുക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. രാഹുൽ മാങ്കൂട്ടം അതിന്റെ ഒരു പദ്ധതിയുണ്ട്, MLA നിലയിൽ അദ്ദേഹത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ, സ്മൈൽ എന്ന പദ്ധതി. ആ പദ്ധതിക്കൊക്കെ തന്നെ സിനിമാ താരങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിന് കല്ലിടൽ ചടങ്ങിലൊക്കെ തന്നെ പങ്കെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് നിരവധി സുഹൃത്ത് വലയങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സിനിമാ മേഖലയിലെ സിനിമാ താരത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടത് എന്നാണ് സംശയിക്കുന്നത്. ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം വ്യാപിപ്പിച്ചു. കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട്. ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുങ്ങിയത് ചുവന്ന ഫോക്സ് വാഗൺ പോളോ കാറിൽ എന്ന നിഗമനത്തിൽ SIT എത്തിയിരുന്നു. ബുധനാഴ്ച മുതൽ കാറ് പാലക്കാട് ഉണ്ടായിരുന്നു. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ്, ഡ്രൈവർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ SIT സംഘത്തിന് നിർണായക വിവരം ലഭിച്ചത്. കാറ് സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. കാറ് സ്ഥിരമായി പാലക്കാട് ഉണ്ടാകാറില്ലെന്നും ഉടമ ആരെന്ന് അറിയില്ലെന്നുമായിരുന്നു MLAയുടെ ഓഫീസ് ജീവനക്കാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതായുള്ള സംശയത്തിൽ പിന്നാലെ SIT സംഘം തമിഴ്നാട്ടിലും എത്തിയിരുന്നു.